dear students. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഫ്രോഗിൻ്റെ മോർഫോളജി. എന്താണ് മോർഫോളജി എന്ന് പറഞ്ഞാൽ? മോർഫോളജി എന്ന് പറഞ്ഞാൽ ഒരു ഓർഗാനിസത്തിൻ്റെ പുറമേ കാണുന്ന സ്ട്രക്ചറൽ ഫീച്ചേഴ്സുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോർഫോളജി എന്ന് വിളിക്കുന്നത്. മോർഫോളജി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഓർഗാനിസത്തിൻ്റെ ഔട്ടർ അല്ലെ, പുറമേയുള്ള നമ്മൾക്ക് വിസിബിൾ ആയിട്ടുള്ള എല്ലാ ക്യാരക്ടേഴ്സിനെയുമാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വിസിബിളി നമുക്ക് കാണാൻ കഴിയുന്ന ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോർഫോളജി എന്ന് വിളിക്കുന്നത്. മോർഫോളജി. ഓക്കെ, ഈ മോർഫോളജി ഇപ്പൊ നമ്മൾ പറയില്ലേ, ഹായ് നല്ല നല്ല നീല കണ്ണ്, നല്ല ചുരുണ്ട മുടി, എന്ത് നീളമുള്ള വിരലുകളാ, അല്ലെങ്കിൽ എന്ത് ഹൈറ്റ്, എന്ത് ക്യൂട്ട്, എന്ത് രസാ ചിരി കാണാൻ, പല്ലൊക്കെ ഇങ്ങനെ നല്ല നിരന്നിരിക്കണം എന്നൊക്കെ പറയുമല്ലേ. അതൊക്കെ എന്താ? അവരുടെ പുറമേയുള്ള ക്യാരക്ടേഴ്സുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വിസിബിളി നമുക്ക് കാണാൻ സാധിക്കുന്ന ക്യാരക്ടേഴ്സുകളെയാണ് നമ്മൾ എന്നാ പറയുന്നത്? മോർഫോളജി എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ തവളച്ചേട്ടൻ്റെ എന്താണ് നമ്മൾ നോക്കാൻ പോകുന്നത്? തവളച്ചേട്ടൻ്റെ മോർഫോളജിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ്. ദേ ആർ എന്താണ്? കോൾഡ് ബ്ലഡഡ് നേച്ചർ ആണ് ഇവർക്കുള്ളത്. എന്ത് നേച്ചറാണ്? ദേ ഹാവിങ് എ കോൾഡ് ബ്ലഡഡ് നേച്ചർ. അതായത് നമ്മുടെ ഫ്രോഗ് എന്താണ്? ദേ ആർ ആംഫീബിയൻസ് ആണ്. അവരെന്താണ്? ആംഫീബിയൻസ്, ഉഭയജീവികളാണ് അല്ലെ. ആംഫീബിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ വാട്ടറിലും അതുപോലെ തന്നെ ലാൻഡിലും ജീവിക്കാൻ കഴിയുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്നാ വിളിക്കുന്നത്? ആംഫീബിയൻസുകൾ എന്ന് വിളിക്കുന്നത്. സോ ഇവരുടെ ശരീരത്തിൽ ദേ ഡു നോട്ട് മെയിൻറ്റെയിൻ എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ഇവർക്ക് എന്തിനു പറ്റില്ല? ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങൾ കുറെ വാട്ടർ അമ്യൂസ്മെന്റ് പാർക്സുകളിലൊക്കെ പോകുന്നുണ്ടാവും അല്ലെ, എന്തെങ്കിലും വെക്കേഷൻ ടൈമിലൊക്കെ. അപ്പോൾ അവിടെ നിങ്ങൾ പോകുമ്പോൾ ഫുൾ വാട്ടർ റൈഡ്സിലൊക്കെ നിങ്ങൾ കയറും. പക്ഷെ വീട്ടിൽ വന്ന് കുറച്ച് കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ ഒരു ആഘാതം നിങ്ങളുടെ ബോഡിയിലുണ്ടാകും. നിങ്ങളിങ്ങനെ ആ വേവ് അനുസരിച്ച് മൂവ് ചെയ്യുന്ന പോലെ തോന്നത്തില്ലേ? മേലൊക്കെ ഒരു തണുപ്പും ഒരു കുളിരൊക്കെ തോന്നും അല്ലേ. അതുപോലെ തന്നെയാണ് തവളകളും. കുറേ നേരം ലാൻഡിലാണ്, കുറേ നേരം വാട്ടറിലാണ്. സോ ദേ കാൺ എന്ത് ചെയ്യാൻ പറ്റില്ല? അവരുടെ ബോഡി ടെമ്പറേച്ചർ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ, കോൺസ്റ്റന്റ് ആയിട്ടൊരു ബോഡി ടെമ്പറേച്ചർ ദേ കാൺ മെയിൻറ്റെയിൻ അല്ലേ. സോ അവരുടെ ബോഡി ടെമ്പറേച്ചർ എന്തിനനുസരിച്ചാണ് മൂവ് ചെയ്യുന്നത്? എൻവയോൺമെന്റ് അനുസരിച്ചാണ് എന്താണ് അത് ഫ്ലക്ച്വേറ്റഡ് ആകുന്നത്. ഓക്കെ, അങ്ങനെ പറയുന്നത് ഫ്ലക്ച്വേറ്റഡ്. ഓക്കെ, സോ സച്ച് ആനിമൽസ് ആർ കോൾഡ് ഇൻ ദ കോൾഡ് ബ്ലഡഡ് അഥവാ പോയിക്കിലോതേംസുകൾ എന്ന് നമ്മൾ വിളിക്കും. എന്താണ് പോയിക്കിലോതേംസ്? അപ്പോൾ പോയിക്കിലോതേംസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേം ആണ്. അർത്ഥം എന്താണ്? കോൾഡ് ബ്ലഡഡ് ആയിട്ടുള്ള ആനിമൽസുകളെയാണ് നമ്മൾ പോയിക്കിലോതേംസുകൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മളുടെ ഫ്രോഗ്സുകളുടെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയൊക്കെയാണ് അവർ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതെന്നാണ് നോക്കുന്നത്. നോക്കിക്കേ, ഫ്രോഗ്സുകൾക്ക് ലാൻഡിലും ഫ്രഷ് വാട്ടറിലും ജീവിക്കാൻ കഴിവുള്ളവരാണ്. സോ ദേ ബിലോങ് ടു ദ ഫൈല ഏതാണ്? കോർഡേറ്റയും. ക്ലാസ് ഈസ് ദി ആംഫീബിയ. ആരാണ്? ആംഫീബിയ. So the most common frog species found in India are Rana tigrina or tigrina എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന Rana tigrina. Okay, clear? അപ്പോൾ അവരുടെ ഫൈലം നോക്കുവാണെങ്കിൽ they belongs to Chordata. Classes belongs to Amphibia. Okay, the most common frog species ഏതാ മക്കളെ? Rana tigrina ആണ്. Okay, ഇനി കോൾഡ് ബ്ലഡഡ് ആയിട്ടുള്ള ഈ പറയുന്ന നേച്ചർ. ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ മിസ് പറഞ്ഞു തരാം. ഫ്രോഗ്സ് ആർ നോട്ട് മെയിൻറ്റെയിൻ എന്ത് ചെയ്യുന്നില്ല? അവരൊരു കോൺസ്റ്റന്റ് ബോഡി ടെമ്പറേച്ചർ അവർക്ക് ഇല്ല. ബിക്കോസ് അവർ ബോത്ത് ലാൻഡിലും വാട്ടറിലും ജീവിക്കുന്നവരായതുകൊണ്ട് വി വിൽ കോൾ ദം ആസ് പോയിക്കിലോതേംസുകളായിട്ടാണ് നമ്മൾ അവരെ കൺസിഡർ ചെയ്യുന്നത് ആണല്ലോ. സോ ദി അഡാപ്റ്റേഷൻ ഓഫ് സർവൈവൽ ആണ് നമ്മൾ അടുത്തത് നോക്കുന്നത്. അതായത് ഇവരെന്ന് പറഞ്ഞാൽ മിമിക്രിയാണ്. എന്ന് വെച്ചാൽ മിമിക്രി കാണിക്കുന്നവരെന്നല്ല ഉദ്ദേശിക്കുന്നത്. ദേ ആർ ക്യാമോഫ്ലേജുകളാണ്. അതായത് ഫ്രോഗ്സുകൾക്ക് എന്ത് ചേഞ്ച് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്? ദേ ക്യാൻ ചേഞ്ച് ദെയർ ബോഡി കളർ. നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പോൾ ഇവർക്ക് ഇവരുടെ ബോഡി കളർ ചേഞ്ച് ചെയ്യുന്ന എബിലിറ്റിനെയാണ് നമ്മൾ എന്നാ വിളിക്കുന്നത്? മിമിക്രി അഥവാ ക്യാമോഫ്ലേജ് എന്ന് വിളിക്കുന്നത്.
സോ ഇറ്റ് ഹെൽപ്സ് ദം ഫ്രം ഹൈഡ് ഫ്രം ദ പ്രിഡേറ്റേഴ്സ്. പാമ്പ്, അതുപോലെ തന്നെ അവരുടെ കുറേ വേട്ടയാടി പിടിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അല്ലേ, അവരെ നിന്നൊക്കെ രക്ഷപ്പെടാൻ നമ്മളെ തവളേനെ സഹായിക്കുന്ന അവരുടെ ഒരു ക്യാരക്ടറാണ് കളറേഷൻ അഥവാ കോംഫ്ലേജ് അഥവാ മിമിക്രി എന്ന് നമ്മൾ വിളിക്കുന്നത്. സോ ദിസ് പ്രൊട്ടക്റ്റീവ് കളറിംഗ് ഈസ് നോൺ ആസ് മിമിക്രി അഥവാ ക്യാമോഫ്ലേജ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഫ്രോഗിന് എന്തൊക്കെയുണ്ട്? സർവൈവൽ, അഡാപ്റ്റേഷൻ, സർവൈവൽ ആണ്. ഇത് സർവൈവ് ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു ഇതാണ് കാമോഫ്ലേജ് അഥവാ മിമിക്രി എന്ന് വിളിക്കുന്നു. ഇനി നോക്കിക്കേ, വാട്ട് ഈസ് മീൻ ബൈ എസ്റ്റിവേഷൻ ആൻഡ് ഹിബ്രിനേഷൻ? എന്താണെന്നറിയോ? നമ്മൾ പറഞ്ഞായിരുന്നു നമ്മുടെ ഫ്രോക്സിനെ സംബന്ധിച്ച് ദേക്കാണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ബോഡി ടെമ്പറേച്ചർ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയില്ല. കാരണം എന്താ, അവരവരുടെ എൻവിയോൺമെന്റ് അനുസരിച്ചിട്ടാണ് ലാൻഡിലും വാട്ടർ റീജിയനിലും മാറി മാറി ജീവിക്കുന്നവരാണ് അല്ലേ. സോ സമ്മർ എക്സ്ട്രീം വെതർ ആകുമ്പോൾ, എക്സ്ട്രീം വെതേഴ്സ് ആണ് രണ്ടാണ് നമ്മുടെ വിന്ററും സമ്മറും. വിന്റർ ആകുമ്പോൾ അവരെന്ത് ചെയ്യുന്നറിയോ, നമുക്ക് സമ്മർ നമുക്ക് ഫസ്റ്റ് നോക്കാം. സമ്മർ ആകുമ്പോൾ ദേ ഹൈ ഡീപ്പ് ബറോസ്, അവരിങ്ങനെ മണ്ണ് തുറന്ന് ഉള്ളിലോട്ട് പോകും. അത്തരത്തിൽ അവർ ബറോ ചെയ്യുന്ന അവസ്ഥയാണ് സമ്മർ ബാത്ത് അഥവാ സമ്മർ സ്ലീപ്പ് അഥവാ എസ്റ്റിവേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതേസമയം നേരെ തിരിച്ച് വിന്റർ ആകുമ്പോൾ വാട്ട് ഹാപ്പൻ മക്കളെ, അവര് നേരെ തിരിച്ചാവും, ഹിബ്രിനേഷൻ. വിന്റർ ആകുമ്പോൾ അവര് മണ്ണിലേക്ക് തുറന്ന് വിന്റർ സ്ലീപ്പിൽ പോകും. സോ ഇറ്റ് ഹെൽപ്സ് ദം ഫ്രം എവിടെ നിന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഇറ്റ് ഹെൽപ്സ് ദം ടു സർവൈവ് എക്സ്ട്രീം ആയിട്ടുള്ള എൻവയോൺമെന്റൽ കണ്ടീഷനിൽ നിന്നും അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ അതാണ് നമ്മുടെ എസ്റ്റിവേഷനും ഹിബ്രിനേഷനും എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രോക്സ് ആർ നോട്ട് സീയിങ് ഡ്യൂറിങ് എക്സ്ട്രീം കണ്ടീഷൻസുകളിൽ നമുക്ക് അവരെ കാണുന്നില്ല. ഭയങ്കര തണുപ്പാകുമ്പോൾ അവർ മണ്ണ് തുറന്ന് അകത്തോട്ട് പോയി ഒരു വിന്റർ സ്ലീപ്പിനും പോവും. ഭയങ്കര ചൂടാകുമ്പോൾ അവർ മണ്ണ് തുറന്ന് മണ്ണിൻ്റെ അടിയിൽ പോയിട്ട് ഒരു സമ്മർ സ്ലീപ്പിനും പോകും. വിന്റർ സ്ലീപ്പിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? വിന്റർ സ്ലീപ്പിനെ ഹെർബിനേഷൻ എന്ന് വിളിക്കുമ്പോൾ സമ്മർ സ്ലീപ്പിനെ നമ്മൾ വിളിക്കുന്നതാണ് എസ്റ്റിവേഷൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി അടുത്തതാണ്, നമ്മളപ്പോൾ ഇവരുടെ മോർഫോളജിയിലേക്ക് മെല്ലെ മെല്ലെ വരുവാണ്. അപ്പോൾ ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദെയർ സ്കിൻ. അവരുടെ സ്കിന്നിനെ പറ്റി നമ്മൾ നോക്കാൻ പോവാണ്. ഓക്കെ, അവരുടെ സ്കിന്ന് അഥവാ അവരുടെ ചർമ്മം നോക്കിക്കേ, ഭയങ്കര സ്മൂത്ത് ആണ്, മോയ്സ്റ്റ് ആണ്, മ്യൂക്കസ് ഉള്ളതുകൊണ്ട് ഭയങ്കര സ്ലിപ്പറി ആണ്. മോയ്സ്റ്റ് ആണ്, സ്ലിപ്പറി ആണ്, ബിക്കോസ് ഓഫ് സ്മൂത്തും ആണ്. കാരണം എന്താ, അവരുടെ ബോഡിയിൽ എന്നാ ഉണ്ട്? മ്യൂക്കസ് അല്ലേ, മ്യൂക്കസ്. ഓക്കെ, അപ്പോൾ ഈ മ്യൂക്കസ് ഉള്ളത് കൊണ്ടിട്ട് ദേ ഹാവിങ് എ മോയ്സ്ചർ, ഒരു സ്കിന്നാണ് ഉള്ളത്, ഒരു മോയ്സ്ചർ ആയിട്ടുള്ള സ്കിന്നാണ്. സോ ഇറ്റ് ഹെൽപ്സ് ദം ഇൻ ദ റെസ്പിറേഷൻ ത്രൂ സ്കിൻ. അത്തരത്തിലുള്ള റെസ്പിറേഷൻ നമ്മൾ വിളിക്കുന്നതാണ് എന്ത്? ക്യൂട്ടിനേഷ്യസ് റെസ്പിറേഷൻ. എന്താണ് ക്യൂട്ടിനേഷ്യസ് റെസ്പിറേഷൻ? ക്യൂട്ടിനേഷ്യസ് റെസ്പിറേഷൻ. ഓക്കെ, റെസ്പിറേഷൻ. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മളുടെ തവളകളുടെ റെസ്പിറേഷൻ സ്കിന്ന് ത്രൂ ആണെങ്കിൽ അതിനെ നമ്മൾ ക്യൂട്ടിനേഷ്യൻ റെസ്പിറേഷൻ എന്ന് വിളിക്കുന്നു. ആൻഡ് ഇവര് എന്ത് ചെയ്യുന്നില്ല, ഇവര് വെള്ളം കുടിക്കാറില്ല. ദേ ഡസൻ ഡ്രിങ്ക് വാട്ടർ. പകരം അവരെന്താ ചെയ്യുന്നേ? അവര് ചെയ്യുന്നത് എന്താടാ, അവര് വെള്ളം അബ്സോർബ് ചെയ്യുന്നത് ത്രൂ ദെയർ സ്കിൻ. അവരുടെ ചർമ്മത്തിലൂടെ, അവരുടെ സ്കിന്നിലൂടെയാണ് ദേ വർ അബ്സോർബിങ് ദ വാട്ടർ. ഓക്കെ, ഇവരുടെ ശരീരം നോക്കിയാലോ, ഇവരുടെ ഡോർസൽ പാർട്ടും വെൻട്രൽ പാർട്ടും രണ്ടും രണ്ട് കളറാണ്. ഡോർസൽ എന്ന് പറഞ്ഞാൽ എന്താ, ഈ പുറമെ അവരിങ്ങനെയാണല്ലോ നിൽക്കുന്നത്, ഈ പുറമെ ഉള്ള ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡോർസൽ ഭാഗം. അവരുടെ അപ്പർ സൈഡ് എന്ത് കളറാണ്? ഒരു ഒലിവ് ഗ്രീൻ വിത്ത് ഡാർക്ക് ഇറഗുലർ ആയിട്ടുള്ള സ്പോട്സുകൾ കാണാൻ കഴിയുന്നു. ഇനി അവരുടെ വെൻട്രൽ പാർട്ടോ, അതായത് അവരിങ്ങനെ നിൽക്കുമ്പോൾ അവരുടെ ഇവിടുത്തെ മേലിന്റെ ഇവിടുത്തെ കളർ എന്തായിരിക്കും? ഒരു പെയിൽ യെല്ലോ ആയിരിക്കും. ലോവർ സൈഡ് ഈസ് എ പെയിൽ യെല്ലോ കളർ ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? സോ ദ മോർഫോളജി, എക്സ്റ്റേണൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അവർക്ക് സ്കിന്നാണ് പ്രധാനപ്പെട്ട ഭാഗം. സ്കിൻ ഈസ് റിയലി സ്മൂത്ത് ആണ്, സ്കിന്ന് വളരെ മോയിസ്റ്റ് ആണ്, ആൻഡ് ദേ ആർ സ്ലിപ്പറി ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് മ്യൂക്കസ് ആണ്. ആൻഡ് ഇവർ റെസ്പിറേറ്റ് ചെയ്യുന്നത് സ്കിന്നിലൂടെയാണ്. ദേ ഡസൻ ഡ്രിങ്ക് വാട്ടർ, ദേ അബ്സോർബ് ദ വാട്ടർ ത്രൂ ദെയർ സ്കിൻ. ഓക്കെ, ആൻഡ് ഇവരുടെ ഡോർസൽ സൈഡ് ഒലിവ് ഗ്രീൻ വിത്ത് ഇറഗുലർ ആയിട്ടുള്ള ഡാർക്ക് പാച്ചസ് ഉണ്ടാകുമ്പോൾ ദ വെൻട്രൽ സൈഡ് ഈസ് ഹാവിങ് എ പെയിൽ യെല്ലോ കളർ. ഓക്കെ, ഇനി
അടുത്തത് നമുക്ക് ഇവരുടെ ബോഡി ഡിവിഷൻ നോക്കിയാലോ. നമുക്കറിയാലേ, നമുക്കൊരു തവളേനെ കണ്ടാൽ മനസ്സിലാവും തവളയ്ക്ക് എന്താണ്, തവളയ്ക്ക് ഒരു ഹെഡും ഉണ്ട്, അതുപോലെ തന്നെ എന്താ ഒരു ട്രങ്കും ഉണ്ട് അല്ലെ. അവർക്കൊരു ശരീരം ഉണ്ട്. മിസ് തവളേനെ വരയ്ക്കുന്നില്ല, ജസ്റ്റ് ഹെഡും ട്രങ്കും ഉണ്ടെന്ന് മനസ്സിലാക്കാം. പക്ഷെ അവർക്കൊരു കഴുത്തുണ്ടോ? ദേ ഡസൻ ഹാവ് എ നെക്ക്. അവർക്ക് എന്തില്ലടാ? ദേ ഡസൻ ഹാവ് എ നെക്കുമില്ല ടെയിലുമില്ല. അവർക്കൊരു പറയത്തക്ക ഒരു കഴുത്തുമില്ല, പറയത്തക്ക ഒരു വാലുമില്ല അല്ലേ. ഓക്കെ, അഡൾട്ട് ഫ്രോഗിനാണെങ്കിൽ ഇതൊന്നുമില്ല, ജസ്റ്റ് ഒരു തലയുണ്ട്, ഒരു മീൽ, ഒരു ട്രങ്കും ഉണ്ട് അല്ലെ. ഓക്കെ, സോ അതാണ് അവരുടെ പ്രധാന ബോഡി ഡിവിഷൻ എന്ന് പറയുന്നത്. ദ ബോഡി ഈസ് ഡിവൈഡഡ് ഇൻ ടു എ ഹെഡ് ആൻഡ് എ ട്രങ്ക്. ദേ ഡസൻ ഹാവ് എ നെക്ക് ആൻഡ് എ ടെയിൽ. ടെയിലും ഇല്ല. ഓക്കെ, സോ ഇവരുടെ സെൻസ് ഓർഗൻസ് നോക്കുകയാണെങ്കിലോ, ദ ഫസ്റ്റ് സെൻസ് ഓർഗൻ വിച്ച് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഈസ് ദി നോസ്ട്രിൽ. മൂക്ക്. ഓക്കെ, മൂക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ദേ ഹാവിങ് എ പെയർ ഓഫ് നോസ്ട്രിൽ പ്രസന്റ് എബവ് ദ മൗത്ത്. മാക്രോ എന്ന് പറയുന്ന ആ മാക്രോ പറയുന്ന വായിന്റെ നേരെ പൊക്കത്ത് നമുക്കൊരു നോസ്ട്രിൽ കാണാം. ദേ ഹെൽപ്സ് ഇൻ ബ്രീതിങ്. പക്ഷെ റെസ്പിറേഷൻ ചെയ്യുന്നില്ല. റെസ്പിറേഷൻ ത്രൂ സ്കിൻ ആണ് അല്ലേ. സ്കിൻ, ക്യൂട്ടനീഷ്യസ് റെസ്പിറേഷൻ, ക്യൂട്ട് ആയിട്ടുള്ള റെസ്പിറേഷൻ. ഓക്കെ, സോ അതാണ് ഫസ്റ്റ് സെൻസ് ഓർഗൻ ആയിട്ടുള്ള നോസ്ട്രലിനെ പറ്റി പറയുകയാണെങ്കിൽ. ഇനി കണ്ണാണെങ്കിലോ, നല്ല ഉണ്ട മത്തങ്ങ പോലെ പുറത്തോട്ട് ബൾജ് ചെയ്ത ആന കണ്ണാണ് ആർക്കുള്ളത്? ആന കണ്ണാണ് നമ്മളുടെ തവളയ്ക്കുള്ളത്. തവള ഹാവിങ് എന്താണ്? ബൾജ്ഡ് ഐ ആണ്. വാട്ട് ഐ? ലാർജ് ആണ്, ബൾജിങ് ഉള്ള ഒരു ഐ ആണ്. ആൻഡ് ദേ വർ പ്രൊട്ടക്ടിങ് ബൈ ഒരു കോട്ടിങ് ഉണ്ട്, അതാണ് നിക്റ്റേറ്റിംഗ് മെംബ്രെയിൻ. അതായത് നിങ്ങളിപ്പോൾ കുറെ സ്വിമ്മേഴ്സുകളെയൊക്കെ, നീന്തുന്ന ആൾക്കാരെയൊക്കെ കാണുമ്പോൾ അവരൊരു ഗൂഗിൾസ് വെക്കത്തില്ലേ? എന്തിനു വേണ്ടിയിട്ടാണ് അവർ ഗൂഗിൾസ് വെക്കുന്നേ? അവര് നീന്തുന്ന സമയത്ത് കണ്ണിലേക്ക് വെള്ളം കയറി ഡിസ്റ്റർബ് ആവാതിരിക്കാൻ, അവർക്ക് കാണാൻ അല്ലേ. അതേ സെയിം തിങ് ആണ് ഈ നിക്റ്റേറ്റിംഗ് മെംബ്രെയിൻ നമ്മളുടെ ഫ്രോക്സിലും ചെയ്യുന്നത്. കണ്ണിൻ്റെ ഉള്ളിലേക്ക് വാട്ടർ എൻ്റർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇറ്റ് പ്രൊട്ടക്ട് ദെയർ ഐസ് വൈൽ സ്വിമ്മിങ്. നീന്തുന്ന സമയത്ത് കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ആണ് ടിംപാനിയം അഥവാ ഇയർ. ഓക്കെ, ടിംപാനം അഥവാ ഇയർ. നമ്മളുടെ തവളേന്റെ കേസ് നോക്കുകയാണെങ്കിൽ തവളക്ക് ഇങ്ങനെ നമ്മളെ പോലെ നല്ല ഇങ്ങനെയല്ല ചെവി, ഒരു മിനിറ്റ്, നമ്മളെ പോലെ നല്ല ഇങ്ങനെ ഒരു ചെവിയും കാര്യങ്ങളൊക്കെ അവർക്കുണ്ടോ? ഇല്ല. അവർക്ക് ഇങ്ങനെ പറയത്തേക്ക് മുറം പോലത്തെ ആനേനെ പോലത്തെ നമ്മളെ പോലത്തെ ചെവിയൊന്നുമില്ല. ദേ ഹാവിങ് എ സർക്കുലർ മെംബ്രെയിൻ ബിഹൈൻഡ് ദെയർ ഐ. അവരുടെ കണ്ണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ആയിരിക്കുമല്ലോ ഇരിക്കുന്നത്. ഇതിന്റെ പിറകിലായിട്ട് ആരുണ്ട്? ഒരു സർക്കുലർ ആയിട്ടുള്ള ഒരു മെംബ്രെയിൻ ആണ് ഉള്ളത്. ആൻഡ് ദാറ്റ് ഈസ് ദി നമ്മുടെ ടിംപാനിയം അഥവാ ഇയർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. സോ ഇനി നമുക്ക് ഇവരുടെ കൈകാലുകൾ, ലിംസുകൾ. എന്താണ് തവള എങ്ങനെ ചാടിപ്പോകുന്നത്? തവളച്ചാട്ടം എന്ന് പറയുമല്ലേ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ തവളച്ചാട്ടമൊക്കെ കളിക്കുമ്പോൾ നിങ്ങൾ തവളച്ചാട്ടം കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? മിസ്സിന് അറിയത്തില്ല. നമ്മുടെയൊക്കെ കാലത്ത് ഒരു പ്രധാന വിനോദമായിരുന്നു. ഇപ്പം അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നമ്മൾ തവളച്ചാട്ടം ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും കൈ ഇങ്ങനെ വെച്ചാണോ ചാടുന്നത്? അല്ല, നമ്മൾ എങ്ങനെ അതോ ഇങ്ങനെ വെക്കും. കാരണം എന്താ? അവരുടെ ലിംസുകൾ വെബ്ഡ് ആണ്. അതായത് അവരുടെ ഇവിടെ എന്തുണ്ടാവും? നമ്മളുടെ വിരൽ എങ്ങനെ ഇരിക്കുന്നേ? നമ്മുടെ വിരല് ജസ്റ്റ് ഇങ്ങനെ ഓരോരോ ഇങ്ങനെയാണല്ലേ നമ്മുടെ വിരലിരിക്കുന്നേ. പക്ഷേ അവരുടെ ഫിംഗേഴ്സുകൾ, ഞാൻ 5 ഉണ്ടോന്ന് എണ്ണി നോക്കിയതാ. അവരുടെ ഫിംഗേഴ്സുകളല്ല, അവരുടെ ലിംസുകൾ എങ്ങനെ ഇരിക്കുന്നേ? അവരുടെ ലിംസുകള് നിങ്ങൾക്ക് സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഒരു സാധനമുണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെയാണ് അവരുടെ വെബ് ലിംസുകൾ പൊതുവെ ഇരിക്കുന്നത്. അവർക്ക് ഇവിടെ ഒരു വെബ്, ഒരു നേരത്തെ പാട പോലെ നമ്മളുടെ ലൈക്ക് സ്പൈഡേഴ്സുകളെ പോലെ ഒരു ഗ്രാബിങ് പവർ അവർക്ക് ഉണ്ടാവും. സോ ദാറ്റ് ഗ്രാബിങ് പവർ, അല്ലെങ്കിൽ ഒരു ഷോർട്ട് ആൻഡ് ലെസ് മസ്കുലർ ആയിട്ടുള്ള ഒരു മിനിറ്റ് കേട്ടോ, 4 ends with 4 digits. ലിംസുകൾ 2 ഉണ്ട്. 4 ലിംബും ഉണ്ട്, ഹിൻ ലിംബും ഉണ്ട്. 4 ലിംബ് എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രണ്ടിലെ കൈയാണ്. ഹിൻ ലിംബ് എന്ന് പറഞ്ഞാൽ ബാക്കിലെ കാലാണ്. സോ 4 limb ഹാവിങ് എ ഷോർട്ട്, വളരെ ചെറിയ മസ്കുലർ ആയിട്ടുള്ള 4 digits എൻഡ് ചെയ്യുന്ന which helps them in walking and balancing. അവർ നടക്കുകയാണോ, അവർ ചാടുകയാണോ ചെയ്തത്? ചാടാനും സ്വിം ചെയ്യാനും വേണ്ടിയിട്ടാണ്, ബാലൻസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും 4 ലിംസുകൾ അവർ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഹിൻ ലിംബോ,
ഹിൻലിംബിന്റെ കേസ് നോക്കുവാണെങ്കിൽ ദ ഹാവിങ് എ ലോങ് സ്ട്രോങ് ആൻഡ് മസ്കുലാർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. ആൻഡ് എൻഡ്സ് വിത്ത് 5 digits, 5 digits വെച്ചിട്ട് എൻഡഡ് ആയിരിക്കും. 5 digits എൻഡ്. ഇവിടെ 4 ആണ്, ഇവിടെ 5 ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. സോ ഇവരുടെ ഹിൻലിംസ് നോക്കുകയാണെങ്കിൽ സ്ട്രോങ്, ലോങ് ആണ്, സ്ട്രോങ് ആണ്, മസ്കുലർ. 5 വെച്ച് നിൽക്കുമ്പോൾ ദേ ഹാവിങ് എ ഓക്കെ ദേ ഹാവിങ് എ വെബ്ഡ് ആയിട്ടുള്ള ഫീറ്റ് ആയിരിക്കും അവിടെ, അങ്ങനെ ആയിരിക്കും. അതാണ് എന്തിനു സഹായിക്കുന്നത്? അവരെ നീന്താനും ലീപ്പ് ചെയ്യാനും ബറോ ചെയ്യാനും മണ്ണ് തുറയ്ക്കാനൊക്കെ സഹായിക്കുന്നത്. ഓക്കെ, സോ 4 ലിംബും ഹിൻലിംബും ക്ലിയർ ആണല്ലോ. 4 ലിംബും ഉണ്ട്, ഹിൻലിംബും ഉണ്ട്. ഇനി നമുക്ക് ഇവരുടെ റിപ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഇവരുടെ മീറ്റിംഗ് സെക്ഷൽ ഡൈമോർഫിസം എന്ന് വിളിക്കും. എന്താണ് സെക്ഷൽ ഡൈമോർഫിസം നോക്കുവാണെങ്കിലോ ഫ്രോക്സ് ഷോയിങ് ഡിഫറെന്റ് ആയിട്ടുള്ളതാണ്. ഫ്രോക്സിന്റെ പ്രധാനപ്പെട്ട ഡിഫറൻസ് മെയിൽ ഫ്രോഗും ഫീമെയിൽ ഫ്രോഗും ഉണ്ട്. അപ്പൊ ഇവരെ നമുക്ക് എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം, എങ്ങനെ നമുക്ക് ഇവരുടെ ഡിഫറൻസ് പറയാൻ നോക്കിയാൽ ഫ്രോക്സ് ഷോ ഡിഫറൻസ് ബിറ്റ്വീൻ മെയിൽസ് ആൻഡ് ഫീമെയിൽ. പ്രത്യേകമായിട്ട് അവരുടെ തൊണ്ടക്കുഴി എന്ന് പറയും. ഓക്കെ, അവരുടെ തൊള്ളാതൊക്കെ പറയില്ലേ, ലൈക്ക് അവരുടെ സൗണ്ട് വോക്കൽ സാക്സ്. ഓക്കെ, ഫ്രോക്സിന്റെ മെയിലിനെ പറ്റിയിട്ട് ഭയങ്കര സൗണ്ട് ആയിരിക്കും, മാക്ക മാക്ക മാക്ര, ഇങ്ങനെ ഭയങ്കര മാക്രോ ശബ്ദമാണെങ്കിൽ ദാറ്റ്സ് എ ആൺതവള. ഓക്കെ, പെൺതവള വളരെ ക്വൈറ്റ് ആണ്, അധികം ഒന്നും അവർ മിണ്ടത്തില്ല. ദേ ഡസൻറ്റ് ഹാവ് എ വോക്കൽ സാക്ക്. അവർക്ക് ഇങ്ങനെ മാക്രോ ആയിട്ട് മ പോലും അവർ പറയത്തില്ല. ആൺതവളകളാണ് ഇങ്ങനെ മാക്രോ 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 എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ദേ ഹാവ് എ കൗലപ്റ്ററി പാഡ് ഓൺ ദെയർ ഫസ്റ്റ് ഡിജിറ്റ് ഓഫ് ദെയർ ഫോർലിംബ്. അവരുടെ ഫോർലിംബിന്റെ ആദ്യത്തെ ഡിജിറ്റിൽ, ഇപ്പൊ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ തള്ളവിരൽ തമ്പ് പോലെ അവരുടെ ആദ്യത്തെ ഡിജിറ്റിൽ എന്തുണ്ടാവും? ഒരു കൗലപ്റ്ററി പാഡ് ഉണ്ടാവും. ഓക്കെ, ഫീമെയിൽ ഫ്രോക്സിന്റെ കേസിലാണെങ്കിൽ ദ ഡസൻറ്റ് ഹാവ് വോക്കൽ സാക്ക് ഉണ്ടാവത്തില്ല, ആൻഡ് ദേ ഡസൻറ്റ് ഹാവ് എ കൗലപ്റ്ററി പാഡും ഉണ്ടാവത്തില്ല. സോ ഈ പറയുന്ന കൗലപ്റ്ററി പാഡ് ഉള്ളത് കൊണ്ടിട്ടാണ് ഈ ഫ്രോക്സുകൾക്ക് സെക്ഷൽ ഡൈമോർഫിസത്തിന് ഫീമെയിൽ ഫ്രോഗിൽ നല്ല രീതിയിൽ അറ്റാച്ച്ഡ് ആയിട്ട് അവർക്ക് മേറ്റിങ്ങിനെ സഹായിക്കുന്നത്. ഓക്കെ, ക്ലിയർ? സോ ദാറ്റ്സ് ഓൾ അബൌട്ട് അവർ മോർഫോളജി ഓഫ് ഫ്രോഗ്. അപ്പം മക്കൾക്ക് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് ഇൻ ദ കമന്റ് സെക്ഷൻ. അപ്പോൾ താങ്ക് യു.